ചേട്ടാ, മെയ് ദിനമാണ്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഓരോ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സൂചിക കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടിയായിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പോട്, അതായത് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോട് കൂടി പിണറായി വിജയൻ സർക്കാരിൻ്റെ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിക്കുകയാണ് എന്നൊരു ട്രെൻഡൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർവേ വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും കൂടെ അവസാനിക്കുകയാണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിക്കുക എന്നൊരു വാദമുഖത്തിനോട് എനിക്കൊരിക്കലും യോജിപ്പില്ല. അത് നടന്നുകൂടാത്ത ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു, ഞാൻ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ എൻ്റെ ഒരു അഭിമുഖം എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് മലമ്പുഴയിൽ മത്സരിക്കുന്ന സഖാവ് എ സുരേഷ്. സഖാവ് എന്ന് ഞാൻ വിളിച്ചത്, അദ്ദേഹം കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നെങ്കിലും അദ്ദേഹത്തെ നമ്മളെല്ലാം അറിയുന്നത് PS അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും അവസാനം കാരണം എന്തെന്നറിയാതെ ചില ഈഗോ ക്ലാഷുകളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ. ആ പാർട്ടിയിലേക്ക് തിരികെ മടങ്ങുവാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന ഒരു മനുഷ്യൻ അവസാനം ഗത്യന്തരമില്ലാതെ പാർട്ടിയുടെ മൂല്യച്യുതികളെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക എന്നുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ അജണ്ട മാത്രമാണ്. അതിനേക്കാൾ ഉപരി അവർക്ക് അവരുടേതായ തലത്തിൽ ജനങ്ങളിലേക്ക് ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി അശരണരുടെ ശബ്ദമാകാനും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാനും വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വിപ്ലവം നടത്തുക, വിപ്ലവ പാർട്ടി. അപ്പോൾ സ്വാഭാവികമായും പിന്നെ എന്തിനാണ് ഇലക്ഷന് ഇവർ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയം സംസാരിക്കാനുള്ള ഏറ്റവും വലിയ വേദിയാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ മൂല്യങ്ങൾ എന്നേ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് 1967 മുതൽ ഈ 2026 വരെ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ ഉണ്ടായിരുന്നു, നിരന്തരമായ 59 വർഷക്കാലം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ത്രിപുരയിലാകട്ടെ, പശ്ചിമ ബംഗാളിലാകട്ടെ, കേരളത്തിലാകട്ടെ, എവിടെയെങ്കിലുമൊക്കെ. അത് സി അച്യുതമേനോൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഇടക്കാലത്തുണ്ടായിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന 59 വർഷക്കാലവും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അധികാരത്തിലിരുന്ന സംസ്ഥാനങ്ങൾ നിരന്തരമായി ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇത്തവണ ഭരണമാറ്റം സംഭവിക്കുകയാണെങ്കിൽ, അല്ല സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും സംഭവിക്കുന്നതോടുകൂടി 59 വർഷക്കാലം നീണ്ടു നിന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം, അതായത് ഇന്ത്യയിലെ ഭരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർക്ക് ഇങ്ങനെയൊരു ക്യാപ്സ്യൂൾ ഇറക്കാം. തിരഞ്ഞെടുപ്പ് നമ്മുടെ പാർട്ടി പരിപാടിയിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ പരിപാടിയാണ്. ഒന്നാമത്തെ പരിപാടി പോരാട്ടമാണ്, രണ്ടാമത്തെ പാർട്ടിയുടെ പദ്ധതിയും പോരാട്ടമാണ്. അതായത് 3-4 പദ്ധതികൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ 1-2 പോരാട്ടമാണ് എന്നുള്ളതാണ്. UDF അധികാരത്തിലെത്തുന്നതോടുകൂടി നമ്മൾ കേട്ടിട്ടുള്ള കാര്യം എന്താണ്, ഇനി സമരങ്ങളുടെ കാലഘട്ടമായി. ആ സമരങ്ങളെന്ന് പറയുമ്പോൾ ഹർത്താലുകളാകാം, ബന്ദുകളാകാം. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ബഹുമാനായ VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം 5 വർഷക്കാലവും ഹർത്താലുകൾക്ക് ആഹ്വാനം ചെയ്യാത്ത, ബന്ദുകൾക്ക് ആഹ്വാനം ചെയ്യാത്ത ഒരു 5 വർഷക്കാലമാണ് നമുക്ക് കടന്നുപോയത്. അത് VD സതീശൻ്റെ രീതികൾ പിന്തുടർന്നുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രനും പിന്നീട് വന്ന രാജീവ് ചന്ദ്രശേഖരനും ഒരു BJP പോലും ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇപ്പോൾ അവസാനം നമ്മൾ കണ്ടു ദളിത് സംഘടനകൾ നടത്തിയ ഒരു ഹർത്താൽ. പക്ഷേ ആ ഹർത്താലിനെ പലയിടങ്ങളിലും ജനം ചോദ്യം ചെയ്യുകയും ആ ഹർത്താൽ അനുകൂലികൾക്കൊപ്പം നിന്ന് കൊടുക്കാതെ തിരിച്ച് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതി വരെ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത് ഇവർ ഈ ദളിത് സംഘടനകൾ ആരോപിക്കുന്നത് പോലെ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തുകൊണ്ടല്ല, ജനം ഹർത്താലിനെയും ബന്ദിനെയും ഒക്കെ എത്രമാത്രം വെറുത്തിരുന്നു. 5 വർഷക്കാലം കൊണ്ട് അങ്ങനെ ഒരു സംവിധാനത്തിനോടുള്ള എതിർപ്പ്, മറ്റേത് കേരളത്തിൽ ഇത് സർവ്വസാധാരണമാണ് എന്ന് ചിന്തിച്ചിടത്ത് അസാധാരണ സംഭവമാണ് ബന്ധും ഹർത്താലും എന്ന ചിന്തയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ഇറങ്ങി ചെന്നിരിക്കുന്നു എന്നാണ്. ഇനി അനാവശ്യ കാര്യങ്ങൾക്ക് ബന്ധും ഹർത്താലുമായി ഈ പറയപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ പറയപ്പെടുന്ന 1-ാം പദ്ധതിയും 2-ാം പദ്ധതിയുമായ പോരാട്ടം എന്ന പേരിട്ട് മുന്നോട്ടിറങ്ങിയാൽ ജനങ്ങൾ കുറ്റിച്ചൂലെടുത്ത് അടിച്ചോടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും നമുക്ക് വേണ്ട. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അധികാരത്തിലേക്ക് കയറാൻ പോകുന്നത് എന്നാണല്ലോ നമ്മളുടെ അടക്കം സർവേകൾ പറയുന്നത്. 85+ വോട്ട് സീറ്റുകളുമായിട്ടാണ് UDF അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയപ്പെടുന്ന 5 വർഷക്കാലത്തെ മികച്ച പ്രവർത്തനം, എന്തായാലും നല്ലൊരു വിഷനോട് കൂടിയാണ് UDF ഇലക്ഷനെ നേരിടുന്നത്.
കാരണം 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിർത്തപ്പോൾ അവർക്ക് അധികാരമില്ലാത്തതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് കൃത്യമായി നമ്മൾ ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ IAS തലത്തിലൊക്കെ ഇരുന്ന പല ഉദ്യോഗസ്ഥരും അവരെ സർക്കാർ സസ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ സർവീസിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ അവർ പറയുന്നത് എന്താ, ഈ കാലഹരണപ്പെട്ട ഒരു സർക്കാരിൻ്റെ ഈ ഓർഡറിനോട്, ഇൻഡാസിനോട് ഞങ്ങൾക്ക് അത്രയ്ക്ക് വിലയുള്ളൂ, UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ ഇൻഡാസുകൾ പിൻവലിക്കുമെന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞു, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട്, യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി കേരളത്തിൽ പോലീസുകൾ എടുത്ത മുഴുവൻ കേസുകളും എടുത്തു മാറ്റും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. വർഗീയതയ്ക്കിടം കൊടുക്കാത്ത വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന നല്ല കാലങ്ങളാണ് വരാൻ പോകുന്നതെന്നൊരു പ്രതീക്ഷ UDFൻ്റെ നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച വികസനവും കരുതലും എന്ന് പറയുന്ന സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ ആര് മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ അടുത്ത 5 വർഷക്കാലങ്ങളിൽ UDF ഭരിക്കാൻ പോകുന്നതെങ്കിൽ BJP അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ പോലും 5 വർഷങ്ങൾക്കപ്പുറത്ത് ഇടതുപക്ഷത്തിന് അധികാരത്തിലേക്ക് എത്തുവാനുള്ള യാതൊരുവിധമായ സാധ്യതയും 5 വർഷത്തിന് ഇപ്പുറത്തിരുന്നു കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇന്ന് കേരളത്തിൽ മാത്രമാണ് കനലൊരു തരിയായി പറയപ്പെട്ട ഇടതുപക്ഷം വളരെ ശക്തമായി നിലനിൽക്കുന്നത്. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി പോലും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ സത്യം. എൻ്റെ മറ്റൊരു സംശയം കൂടിയാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ 10 കൊല്ലമായിട്ട് UDF സർക്കാരിന് അധികാരമില്ല. ഇതേ സമയം 10 കൊല്ലം അധികാരത്തിലില്ലാത്തത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ LDFിൽ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ഇനി പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പറയുമ്പോൾ രാഹുലിന് കൃത്യമായ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃനിരയിലേക്ക് കടന്നു വരാൻ ക്വാളിറ്റിയുള്ള ഇപ്പോൾ ഉള്ള നേതാക്കന്മാർക്ക് ക്വാളിറ്റി ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അടുത്തൊരു പുതുതലമുറയെ 4 പേര് അറിയുന്ന 4 പേരെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ആളില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി CPI മാറിയിരിക്കുന്നു. പിന്നീട് ഈ പറയപ്പെടുന്ന LDFിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണെന്ന് പറയാം. കുട്ടിമാണിയുടെ കേരള കോൺഗ്രസ് എം നാളെ അധികാര സ്ഥാനത്തിന് വേണ്ടി UDFൻ്റെ തിണ്ടനിറങ്ങാൻ ഒരു മടിയും അവർക്കുണ്ടാകില്ല. കേരള കോൺഗ്രസ് B, ആകെ ഒരു മെമ്പർ മാത്രമുള്ള കേരള കോൺഗ്രസ് ബിക്ക് പത്തനാപുരത്ത് ഒരു പരാജയം സംഭവിച്ചാൽ ആ പാർട്ടി അതോടുകൂടി അവിടെ അസ്തമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും നമുക്ക് മുന്നിൽ. ഇത്തരത്തിലുള്ള കോൺഗ്രസ് S പോലെയുള്ള വന്ധ്യവയോധികന്മാർ നയിക്കുന്ന ശയ്യാവലംബരായി പോയി കിടക്കുന്ന ചില പാർട്ടികൾ, അങ്ങനെയുള്ള പാർട്ടികളൊക്കെയാണ് LDFിനൊപ്പം ഉള്ളത്. ഇനി അതിന് പ്രധാനത്തിൽ നേതൃത്വം കൊടുക്കുന്ന CPMൻ്റെ കാര്യത്തിലേക്ക് വരും. CPMനെ നമുക്ക് തുറന്നു കാട്ടാൻ, വിളിച്ചു പറയാൻ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ്റെ നേതൃത്വം നടക്കുന്ന ഭരണം ഇവിടെ അവസാനിച്ച് പ്രതിപക്ഷ നിരയിലേക്ക് ഇടതുപക്ഷം പോയാൽ പ്രതിപക്ഷ നിരയിൽ ഇവരെ ആര് നയിക്കുമെന്നൊരു ചോദ്യം ബാക്കിയാണ്. നമുക്കറിയാം പിണറായി വിജയൻ സഖാവിൻ്റെ പ്രായം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങളെക്കുറിച്ച് അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കയിലെ ചികിത്സയിൽ ആരോഗ്യവാനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. 5 വർഷങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ദൈവം അല്ലെങ്കിൽ സർവ്വ ആയുരാരോഗ്യങ്ങളും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. കാരണം കേരളത്തെ 10 വർഷം നയിച്ച മുഖ്യമന്ത്രിയാണ്, കരുത്തനായ CPMൻ്റെ നേതാവ് തന്നെയാണ്. എന്ത് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഉന്നയിച്ചാലും അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റി നിൽക്കാൻ പറ്റാത്ത പേരുകാരൻ തന്നെയാണ് സഖാവ് പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയന് ശേഷം ഈ വരാൻ പോകുന്ന 2026 അധികാരത്തിലേറാൻ പോകുന്ന ഈ സർക്കാരിൻ്റെ പ്രതിപക്ഷ നിരയിലേക്കാണ് ഇടതുപക്ഷം പോകാൻ പോകുന്നതെങ്കിൽ ഭരണപക്ഷത്തേക്ക് അവർ വരികയാണെങ്കിൽ അവർ കരുത്തരായി തന്നെ 5 വർഷം തുടരും. പിന്നെ ആര് പ്രതിപക്ഷ നിരയിൽ നയിക്കും എന്നൊരു ചോദ്യം ബാക്കി. ഒന്നുകിൽ പിണറായി വിജയൻ തന്നെ നയിക്കണം, അല്ലെങ്കിൽ പിണറായി വിജയൻ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിണറായി വിജയൻ ജയിച്ച് നിയമസഭയിലേക്ക് വരും. പിന്നീട് ഉയർന്നു കേൾക്കുന്ന പേരുകൾ ആരൊക്കെ ഇത്തവണ നിയമസഭ കാണുമെന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. പിണറായി മന്ത്രിസഭയിലെ 2ാമൻ എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് KN ബാലഗോപാലിനെയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് MLA ആയിരിക്കുന്ന കേരളത്തിൻ്റെ 2ാം പിണറായി സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന KN ബാലഗോപാൽ ജയിക്കുമോ ജയിക്കത്തില്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഒരു 10-75 മണിക്കൂറുകൾക്കപ്പുറം ആ കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. ഒരു മുൻകൈ പറയുന്നുണ്ട്. എന്തായാലും മുൻകൈ അവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഈ പ്രതിപക്ഷ നേതാവാകാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന കുറച്ച് നേതാക്കന്മാരെ പറ്റിയാണ്. ഒന്ന് KN ബാലഗോപാൽ, 2 P രാജീവാണ്. കളമശ്ശേരിയിൽ P രാജീവ് 7000 വോട്ടുകൾക്ക് തൂക്കുമെന്ന് പറഞ്ഞത് UDF അല്ല, ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകരാണ് കൃത്യമായി അദ്ദേഹത്തിനോടൊരു പരാജയം സംഭവിച്ചേക്കാം എന്ന് P രാജീവിനെ കുറിച്ച് റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത്. ശരിയല്ലേ? 3 KK ശൈലജ ടീച്ചറാണ്. മട്ടന്നൂരിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഉറപ്പായും നിയമസഭയിലേക്ക് എത്തും. അവരങ്ങനെ നിയമസഭയിലേക്ക് എത്തണ്ട എന്ന് CPMനുള്ളിൽ തന്നെ ചിലകൾ തീരുമാനിച്ചത് കൊണ്ടാണ് ഈ പറയപ്പെടുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരായി ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കുന്നത്. ഇടത് തരംഗമില്ല, വലതു തരംഗമാണെങ്കിൽ സണ്ണി ജോസഫ് ജയിക്കുമെന്ന കാര്യത്തിൽ പേരാവൂരിൻ്റെ പ്രിയങ്കരനായ സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് നടന്നു കയറുമ്പോൾ വീട്ടിലേക്ക് ഒതുങ്ങാൻ പോകുന്ന നേതാവിൻ്റെ പേര് KK ശൈലജ ടീച്ചറാണ്. P ജയരാജനെ എങ്ങനെ ഒതുക്കിയോ
അത്തരത്തിലേക്ക് ഒതുക്കാൻ പി ജയരാജൻ ഒന്നുമില്ലെങ്കിൽ അധികാരത്തിലിരുന്നപ്പോൾ ഒരു ഡയറക്ടർ ബോർഡ് ചെയർമാൻ സ്ഥാനമെങ്കിലും ഖാദി ബോർഡ് ചെയർമാൻ സ്ഥാനമെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ ഒരു അധികാര സ്ഥാനങ്ങളും ഇല്ലാതെ റിട്ടയർഡ് ടീച്ചർ, റിട്ടയർഡ് മന്ത്രി, റിട്ടയർഡ് MLA എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കേണ്ടുന്ന കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ ഒതുങ്ങിച്ചേരേണ്ടുന്ന അവസ്ഥയിലേക്ക് കെ ശൈലജ ടീച്ചർ പോകും. ശൈലജ ടീച്ചർ ഒരു പ്രതിപക്ഷ നേതാവ്, ക്വാളിറ്റി ഉള്ള ആൾ തന്നെയാണ്. പിന്നീട് ഉള്ളത് MP രാജേഷാണ്. തൃത്താലയിൽ VT ബലറാമിന് വിജയം പ്രഖ്യാപിക്കുകയും ഈ പറയപ്പെടുന്ന വലിയ ഭൂരിപക്ഷത്തിൽ പലയിടങ്ങളിലും ജയിച്ചു എന്ന് പറയുമ്പോൾ VT ബലറാമിനെ പോലെ ഒരാൾ പരാജയപ്പെടുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ MP രാജേഷിന്റെ പരാജയം ഉറപ്പാണ്. പിന്നീടുള്ളത് മുഹമ്മദ് റിയാസാണ്. PV അൻവർ വ്യക്തമായി വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ് ഈ പറയപ്പെടുന്ന വെല്ലുവിളിക്കുകയാണ്, താടിയും മീശയും എടുത്ത് കമ്മലിട്ട് നടക്കാൻ, മുട്ടയടിച്ച് നടക്കാൻ, പനാഞ്ചിറ മൈതാനത്തേക്ക് നടക്കാൻ PV അൻവർ വെല്ലുവിളിക്കും. PV അൻവർ ഒന്നും കാണാതെ വെല്ലുവിളിക്കുന്നില്ല. അപ്പോൾ മുഹമ്മദ് റിയാസിന്റെ വിജയം 50-50 ചാൻസ് നിൽക്കുന്നു. ഇനി മുഹമ്മദ് റിയാസ് ജയിച്ചു വന്നാൽ പോലും മുഹമ്മദ് റിയാസിന്റെ മരുമോൻ സ്ഥാനമോ മുഹമ്മദ് റിയാസിന്റെ മതമോ നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. മുഹമ്മദ് റിയാസിന്റെ ഒരു കാലിബർ, ഒരു പ്രതിപക്ഷ നിരയെ നയിക്കാനുള്ള കാലിബറോ ഒരു ക്രൗഡ് പുള്ളർ ആകാനുള്ള ക്വാളിറ്റിയോ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ പേരുകൾക്കപ്പുറത്തേക്ക് മറ്റു പേരുകളിലേക്ക് ആരെ കൊണ്ടുപോകും? MV ഗോവിന്ദൻ മാഷ് മത്സരിക്കുന്നില്ല, AK ബാലൻ മത്സരിക്കുന്നില്ല, വിജയരാഘവൻ മത്സരിക്കുന്നില്ല, MA ബേബി മത്സരിക്കുന്നില്ല. അങ്ങനെ പേരുള്ള പ്രതിപക്ഷ നേതാവാകാൻ കാലിബറുള്ള നേതാക്കന്മാർ ആരും തന്നെ മത്സരിക്കുന്നില്ല. ഞാൻ പറയുന്നത് കാലിബർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷത്തിനിടയിലാണ്. അപ്പോൾ സ്വാഭാവികമായും പിന്നീട് അവിടെ വിജയിച്ചു വരാൻ സാധ്യതയുള്ള ചുരുക്കം ചില നേതാക്കന്മാർ മാത്രമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പുതുമുഖത്തെ പ്രതിപക്ഷ നേതാവായി അവർക്ക് പരീക്ഷിക്കേണ്ടി വരും. ആ പുതുമുഖം എങ്ങനെ പെർഫോം ചെയ്യും? PD സതീശൻ ഇരുന്ന സീറ്റിലേക്ക്, VS അച്യുതാനന്ദൻ ഇരുന്ന സീറ്റിലേക്ക്, രമേശ് ചെന്നിത്തല ഇരുന്ന സീറ്റിലേക്ക്, ഉമ്മൻചാണ്ടി ഇരുന്ന സീറ്റിലേക്ക്, ആ പ്രതിപക്ഷ നേതാവിന്റെ സീറ്റിലേക്ക് വരാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള മറ്റാരാണ് ഇടതുപക്ഷത്ത് വിജയിച്ച് വരാനുള്ളത്? സനോജിനെ വേണമെങ്കിൽ കൊണ്ടുവരാം. സനോജിനെ, ശൈലജ ടീച്ചറിനെ പോലെ ഒരു നേതാവിനെ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയിട്ട് സനോജിനെ മത്സരിപ്പിക്കും. രാഹുൽ വെറുതെ ബാലിശമായി സംസാരിക്കാറ്, ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ജയിച്ചു വരുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ രാജിവെപ്പിച്ചിട്ട് M സ്വരാജിനെ പോലെ ഒരാളെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. M സ്വരാജിനെ പാർട്ടി സെക്രട്ടറി ആകുന്നതാണ് എനിക്ക്. ഞാൻ ചോദിക്കട്ടെ, നിയമസഭയ്ക്കുള്ളിൽ പിന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നാൽ മതി, നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കിയിട്ടല്ലേ പാർട്ടി സെക്രട്ടറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ കരുത്തനായൊരു നേതാവിനെ മുന്നോട്ട് വെക്കാൻ ഇടതുപക്ഷത്തിന് ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത 5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്പേസിലേക്ക് BJP വളർന്നു കയറുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന 2031 തിരഞ്ഞെടുപ്പിൽ ഇവിടെ UDF-ഉം NDA-യും തമ്മിൽ മത്സരം നടക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം NDA-യിൽ പറയത്തക്ക രീതിയിലുള്ള നല്ല നേതാക്കന്മാർ ഒരുപാട് പേരുണ്ടെന്നേ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് വോട്ടില്ലെന്നേ ഉള്ളൂ, അവർ ജയിക്കുന്നില്ലെന്നേ ഉള്ളൂ, അവർക്ക് നേതാക്കന്മാർക്ക് ഒരു പഞ്ഞവുമില്ല എന്നുള്ളതാണ് സത്യം. ഇനി അവിടെ നിൽക്കട്ടെ, NDA-യുടെ വളർച്ചയെപ്പറ്റി പറയുന്നതിനപ്പുറത്തേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിലനിൽക്കേണ്ടത് നാടിൻ്റെ ആവശ്യകത തന്നെയാണ്. പക്ഷേ ഏത് കമ്മ്യൂണിസമാണ് നിലനിൽക്കേണ്ടത് എന്നൊരു ചോദ്യം ബാക്കിയായിരുന്നു. കാലഹരണപ്പെട്ട വരട്ടു തത്വവാദവും കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസം അല്ല, അല്ലെങ്കിൽ ഇന്നോവ രാഷ്ട്രീയത്തിലേക്ക് മാറിയ കമ്മ്യൂണിസം അല്ല എന്ന് വിചാരിച്ച് നാളെ സൈക്കിളിൽ പാരഗണിൻ്റെ ചെരുപ്പ് വിട്ട് പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാവരും കണ്ടത് എന്താണ്? പ്രൊഫസർ രവീന്ദ്രനാഥ്. അദ്ദേഹം സൈക്കിളിൽ നടക്കുന്നു, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. കാലത്തിനൊത്ത് മാറാത്ത ഒരാൾ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ അയാൾ സമയത്ത് ഓടി എത്തുക, സമയത്ത് എല്ലാവരും എത്തുക. ഒരു MLA എന്ന് പറഞ്ഞാൽ അയാൾ ഉത്തരവാദിത്തമാണ്. കാർ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആ കാർ ഉപയോഗിക്കുന്നത് ഒരു ഇന്നോവ വരെയൊക്കെ ആണെങ്കിൽ ജനം ശ്രമിക്കുക, ഒരു മിനി കൂപ്പറൊക്കെ ആകുമ്പോഴാണ് പ്രശ്നമായി മാറുന്നത്. ഇപ്പം കൃഷി മന്ത്രി P പ്രസാദ്, അദ്ദേഹം ചെടിക്ക് വെള്ളം കോരുന്നു, അദ്ദേഹം സ്ലിപ്പറിട്ട് നടക്കുന്നു, കയ്യിൽ കൊടുത്ത് നടക്കുന്നു, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഡിപ്പാർട്ട്മെന്റ് അങ്ങ് ആ കുത്തുവാള എടുപ്പിച്ചു വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലോ അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ പല മാധ്യമങ്ങളിൽ വർക്ക് ചെയ്ത പുങ്കവന്മാർ ചോദിക്കുന്നുള്ളൂ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിനെതിരെ ഇത്രയും വലിയൊരു ജനവിരുദ്ധ വികാരം ഉണ്ടായിരിക്കുന്നത്? പറഞ്ഞിടമ്പേനെ മനസ്സിലാക്കി പെട്ടെന്ന് അരുൺകുമാറിനെ ആയിക്കൊള്ളട്ടെ, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തില്ല എന്നൊരു ചോദ്യമുണ്ട്. KN ബാലഗോപാൽ പ്രസംഗിക്കുന്നത് കേട്ടു, ബിരിയാണി എല്ലാ ദിവസവും ബിരിയാണി വേണ്ട, വല്ലപ്പോഴും കഞ്ഞി മതി. അതായത് UDF ഭരണം കഞ്ഞി ഭരണമാകാൻ പോകുന്നതെന്ന് ഇവർക്കങ്ങ് തോന്നുകയാണ്. ജനം എന്തുമാത്രം അസ്വസ്ഥരാണ് എന്ന കാര്യത്തിൽ ഇവർക്ക് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ ജനം മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യം വയനാട് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഈ നാട്ടിൽ നിലനിന്ന ഒരു പാൻഡമിക് സിറ്റുവേഷൻ നിങ്ങളെ അധികാരത്തിൽ തുടരാൻ അനുവദിച്ചെങ്കിൽ, അതിനെ സഹായിച്ചെങ്കിൽ, 5 വർഷങ്ങൾക്കിപ്പുറം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം, ആ ദുരന്തത്തിൽ നിങ്ങൾ കൈക്കൊണ്ട രീതികൾ, അവിടുത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ PR നാടകങ്ങൾ,
നിങ്ങൾ ഈ നാട് മുഴുവൻ കോടികൾ മുടക്കി ആരുടെ പൈസ ആവട്ടെ, പാർട്ടിയുടെ പൈസ, സർക്കാരിൻ്റെ പൈസ, ആരുടെ പൈസ ആവട്ടെ, നാട് മുഴുവൻ പിണറായി വിജയന്റെ വലിയ പടമടിച്ചു വെച്ച് ജനങ്ങളെ വെറുപ്പിച്ചെന്നേ. ഇവന്മാർ ഇതെന്താണ് കാണിക്കുന്നത് എന്ന തോന്നലിലേക്ക് പോയി. നിങ്ങളുടെ PR സ്ട്രാറ്റജികൾ മുഴുവൻ ജനം തിരസ്കരിച്ചു. ജനം അതിനെയൊക്കെ തിരിച്ചാണ് കണ്ടത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ നേരെ വിപരീത ഫലമാണ് നിങ്ങളുടെ PR സ്ട്രാറ്റജികൾക്കെല്ലാം സംഭവിച്ചത്. MV നികേഷ് കുമാറിനെ കൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്ക് മുഴുവൻ ജനം നെഗറ്റീവായിട്ടാണ് എടുത്തത്. അനാവശ്യമായി UDF തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ അടിത്തറ തകർന്നത് നിങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ്. 59 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമില്ലാതാകുമ്പോൾ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് ഭരണമില്ലാതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവാകാൻ ഒരാളില്ലാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി KN ബാലഗോപാലിനെ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചു വന്നാൽ പ്രതിപക്ഷ നേതാവാക്കാനാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ 5 വർഷക്കാലം കൊണ്ട് ധനകാര്യ വകുപ്പിൽ നിന്ന്, അതിനു മുമ്പ് 5 വർഷക്കാലം മുമ്പ് തോമസ് ഐസക് എന്ന് പറയുന്ന ധനശാസ്ത്രജ്ഞൻ ഉണ്ടാക്കി വെച്ച കിഫ്ബി ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്നല്ലാതെ, കടബാധകളുടെ അളവ് കൂട്ടി എന്നല്ലാതെ, അദ്ദേഹത്തിന് നല്ല രീതിയിൽ ജനത്തെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? എന്തുകൊണ്ടാണ് VD സതീശൻ ഇത്ര വലിയ ശ്രദ്ധിക്കപ്പെട്ടത്? രമേശ് ചെന്നിത്തലയേക്കാൾ VD സതീശൻ ശ്രദ്ധിക്കപ്പെട്ടതിന്റെ കാരണം എന്താണ്? VD സതീശന് കൃത്യമായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ അറിയാം. VD സതീശന് കൃത്യമായി ജനങ്ങളോട് രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാം. VD സതീശന് കൃത്യമായി ജനമനസ്സുകളിൽ കടന്നു കയറാൻ അറിയാം, നിലപാടുകൾ എടുക്കാൻ അറിയാം. അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാടെടുത്തതായി, അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടുള്ളതായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളതായി ഈ പറയപ്പെടുന്ന KN ബാലഗോപാലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. MB രാജേഷൊക്കെ ആ കാര്യത്തിൽ ഒരുപാട് ഭേദമാണ്, KK ശൈലജ ടീച്ചറൊക്കെ ഭേദമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാൻ പോകുന്നത്. ഇവിടെ ഇടതുപക്ഷ ഭരണമില്ലാതായാൽ ഭാരതത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കനലൊരു തരി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്ന വിധി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങളിലെങ്ങും ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സഹായമുണ്ടെങ്കിൽ പോലും വിജയിച്ച് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 10 കൊല്ലം ഈ പാർട്ടി ഇല്ലാതെ, അതായത് നമ്മൾ ഈ കോൺഗ്രസിനെ കണ്ടതല്ല, UDF 10 കൊല്ലം അധികാരത്തിലില്ലാതെ നിന്നിട്ടും തിരിച്ചു വരാനുള്ളൊരു കേപ്പബിലിറ്റി കാണിച്ചു. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കൂ, 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ അധികാരമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പിന്നീട് അവിടെ ഇല്ല. അവിടെ BJP ആണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലും ഇനി ഒരു 10 വർഷത്തേക്കിന് CPM അധികാരത്തിൽ വന്നില്ലെങ്കിൽ വരാൻ പോകുന്നത് BJP ആണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ എല്ലാവരും UDF സ്പേസിലേക്ക് BJP കടന്നു കയറും. അല്ല, രാഹുൽ പറഞ്ഞാണ് ശരി. ചുവപ്പ് നരച്ചാലേ കാവ്യാകുള്ളൂ. അതെ, ഇവിടെ കോൺഗ്രസിൽ നരയ്ക്കാനൊന്നുമില്ല. കോൺഗ്രസിൽ നിന്ന് ചില ഉച്ചാളി നേതാക്കന്മാരൊക്കെ BJPയിലേക്ക് പോയിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ പോയത് ഇടതുപക്ഷത്തിലേക്കാണ്. അല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മുടെ സ്വന്തം നാടുകളിൽ നോക്കിയാൽ മതി. ഏറ്റവും വലിയ നേതാക്കന്മാരെല്ലാം ചിലപ്പോൾ BJPയിലേക്ക്, അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരൊക്കെ ചിലപ്പോൾ BJPയിലേക്ക് പോയെന്നിരിക്കും. പക്ഷേ അടിത്തട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ CPMൻ്റെ അണികളാണ് ഏറ്റവും കൂടുതലും BJPയിലേക്ക് പോകുന്നത്. ഞാനിപ്പം ബൂത്ത് തലത്തിലൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് CPMന് വേണ്ടി കൊടി പിടിച്ചിരുന്ന ആളുകളാണ് ഇന്ന് BJPക്ക് വേണ്ടിയിട്ട് ബൂത്ത് കെട്ടാനൊക്കെ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായും ഈ ചുവപ്പ് നിറച്ച് കാവ്യായി പോകും. ആ കാവ്യവൽക്കരണം ഇവിടെ കാണാൻ വരാൻ പോകുന്ന വർഷങ്ങളിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ NDA UDF പോര് അതായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു അധോഗതി ഉണ്ടാകാതിരിക്കട്ടെ, അവർക്ക് നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താൻ സാധിക്കട്ടെ, ആ ഒരു പ്രതിപക്ഷ നേതാവ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ. ഒന്നുമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ചെങ്കൊടി പാർട്ടിയുടെ സഖാക്കന്മാർക്കെങ്കിലും ആവേശം കൊള്ളിക്കാൻ കഴിയുന്നൊരു നേതാവ് പ്രതിപക്ഷ നേതാവായി വരട്ടെ.